ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വട്ടം ഷോർട്സ് ഇട്ടപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു പ്രോസസ്സ് ക്ലിയർ അല്ല, ഉണ്ടാക്കണം ക്ലിയർ അല്ലാന്ന്. അപ്പോൾ ഇന്ന് നമ്മളൊരു 7 മെഹന്തി കോണിനുള്ള ഒരു ഈസി ബിഗിനറിന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അളവിലും എടുക്കാൻ പറ്റുന്ന അളവിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോസസ്സ് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മെഹന്തി കോൺസ് ഇനി ഉണ്ടാക്കാം. അപ്പോൾ ബയോ കമോൺ. അപ്പൊ നമുക്ക് മെഹന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് മെഹന്തി പൗഡർ ആണ്. പിന്നെ തൊട്ടടുത്ത് മെഹന്തി ഓയിൽ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഷുഗർ, സ്പൂണ്, ഇളക്കാനൊരു സ്പൂണ്, എസെൻഷ്യൽ ഓയിൽ ആയിട്ട് യൂക്കാലിപ്സ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ മെഷറിംഗ് സ്പൂണും ലെമണും ആണ് ആവശ്യം കേട്ടോ. പിന്നെ കോൺ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൈപ്പിംഗ് ബാഗ്, അതിന്റെ മുകളിൽ ഫിൽറ്ററിംഗ് സോക്സ്, ഒരു പ്ലാസ്റ്റിക് റാപ്പും സെലോ ടേപ്പും സിസേഴ്സും ആണ് ആവശ്യം. ഇപ്പൊ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഒരു മെഹന്തി കോണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അളവ് പറഞ്ഞു തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കേക്കൊക്കെ മെഷർ ചെയ്യണ കപ്പിലോട്ടോ. ഇതാകുമ്പോ മിക്കവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. ഇതിലൊരു 1/2 കപ്പ്, അതായത് 125 ml ഈ നീല കപ്പിലും പിന്നെ ഒരു 1/4 കപ്പ്, അതായത് 60 ml ഒരു മഞ്ഞ കപ്പിലായിട്ട് മെഹന്തി പൗഡർ എടുക്കാട്ടോ. ഞാനിവിടെ സിങ്ങിന്റെ മെഹന്തി പൗഡർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈൻ ആയിട്ട് തന്നെ മെഹന്തി പൗഡർ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ 5 ml 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി മെഹന്തി ഓയിലിനായിട്ട് നിങ്ങൾ നേരത്തെ എടുത്ത 1/2 കപ്പിന്റെ സ്പൂൺ ഉണ്ടല്ലോ, അതിൽ ഫുള്ള് വെള്ളം എടുക്കുക. അത് കൂടാണ്ട് ആ കപ്പിന്റെ ഒരു 1/2 പോർഷനും കൂടി ഞാൻ അതിൽ ഒഴിക്കുന്നുണ്ട്. ഫുൾ ഒഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ടീ പൗഡർ ഇട്ടതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാട്ടോ. ഇനി നന്നായി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ തള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക, നേരെ നന്നായി ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാട്ടോ. ഇതാണ് നമ്മുടെ മെഹന്തി ഓയിൽ. ഇതിലോട്ട് നിങ്ങളുടെ വീട്ടിൽ 2 പീസ് ക്ലോവ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇടാട്ടോ, നല്ല കളർ കിട്ടുന്നതിനായിട്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ഒരു വലിയ ബൗളിലോട്ട് എടുത്തിട്ട് കുറച്ചീശ് നമ്മുടെ മെഹന്തി ഓയിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാൻ നോക്കാട്ടോ. ഇത് ഒരു വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ അതുകൊണ്ട് സ്പീഡ് ചെയ്ത് കാണിക്കുന്നില്ല. ഈ ഒരു സ്ലോ പേസിലാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മെഹന്തി മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മെഹന്തി നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ തന്നെ ആയിരിക്കണം കേട്ടോ. അത് ആക്ച്വലി രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന പൗഡേഴ്സ് ആണ് മിക്കവരും സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം എന്റെ വീട്ടിലുണ്ടായ മെഹന്തി ചെടിയിൽ നിന്ന് തന്നെ മെഹന്തിയുടെ ഇലയൊക്കെ പറിച്ചിട്ടൊന്ന് ഉണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ എത്രത്തോളം വീട്ടിൽ ഗ്രൈൻഡ് ചെയ്താലും അത് ഇത്രയും ഫൈൻ ആയിട്ട് വരില്ല. അപ്പൊ മേടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് പഞ്ചസാര നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് യൂക്കാലിപ്സ് ഓയിൽ 10 ml ഒഴിക്കണം. അതായത് നേരത്തെ എടുത്ത പഞ്ചസാരയുടെ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, റെഡ് ടീസ്പൂൺ, ആ റെഡ് സ്പൂൺ ഞാൻ 2 വട്ടം ഒഴിച്ചിട്ടുണ്ട്. അതായത് 10 ml. ഞാൻ ആദ്യമേ പറയാം, എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാൻ നോക്കരുത്. ഇത് ഓരോന്നായിട്ട് തന്നെ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. സംഭവം ആകെ ഞാൻ 7 കോണിനാ എടുത്തിട്ടുള്ളതെങ്കിലും ഭയങ്കര കട്ടിയായിട്ടുണ്ട്. ഇതേ എന്റെ സ്പൂണ് വരെ പൊട്ടിപ്പോയി. ഞാൻ ആക്ച്വലി ഈ കേക്കൊക്കെ കട്ട് ചെയ്യണ ഒരു നൈഫ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിനെ ഇളക്കി കൊടുക്കുന്നതെന്ന് കണ്ടോ. ഇപ്പൊ ഒരു വാക്സി പോലെ ആയിട്ടുണ്ട്, വാക്സി ഒരു ക്ലേ പോലെയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മിക്സ്ചർ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെള്ളം ഒഴിച്ചപ്പോ 2 കപ്പ് തികച്ചെടുത്തില്ലല്ലോ, 1.5 കപ്പല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒഴിക്കുമ്പോൾ 2 കപ്പന്നെ എടുക്കാൻ ശ്രമിക്കാട്ടോ. ഇനി അതിലോട്ട് ഞാൻ ഒരു നാരങ്ങ അങ്ങനെ തന്നെ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് പിഴിയണ്ട, കാരണം അതിന്റെ കുരു ആണെങ്കിലും മല്ലിയാണെങ്കിലും അതിലോട്ട് വീഴും. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അതിന്റെ നീരൊക്കെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് പതുക്കെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. മെഹന്തിക്ക് നല്ല കളർ കിട്ടാനാണ് നമ്മൾ ലെമൺ ജ്യൂസും പിന്നെ ക്ലോവും ഇതൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ക്ലോ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെയാണ്. ഞാൻ അത് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നിങ്ങളൊരു 2 to 3 ക്ലോവ് അതിലിട്ടിട്ട് തിളപ്പിക്കാൻ നോക്കുക. അപ്പൊ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാട്ടോ. മിക്സിങ് ഹാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. അപ്പൊ ആദ്യം നമുക്ക് ലംബായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ഡഫ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വാട്ടറിയും ആവണ്ട. നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നമ്മുടെ മെഹന്തി പേസ്റ്റ് ഇത് റാപ്പ് ചെയ്തെടുക്കാട്ടോ. ചില വീഡിയോസിൽ ഞാൻ ക്ലോത്ത് വെച്ചിട്ട് അതിന്റെ മേലെ ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ വെക്കാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്ലോത്തിലൂടെ ഓക്സിഡേഷൻ നടക്കണോണ്ട് പ്ലാസ്റ്റിക് റാപ്പ് തന്നെ ചെയ്യണം. അപ്പൊ എന്റെ പ്ലാസ്റ്റിക് റാപ്പ് എടുത്തപ്പോ ആകെ ഒട്ടി പിടിച്ചിരിക്കണോണ്ട് ഞാൻ നമ്മുടെ സെല്ലോ ടൈപ്പ് കൊണ്ടാണ് പ്ലാസ്റ്റിക് റാപ്പ് പോലെ പൊതിഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് മിനിമം ഒരു 8 മണിക്കൂർ അനക്കാണ്ട് റെസ്റ്റിൽ വെക്കാം. ഗൈസ്, അപ്പൊ ഞാനിത് മോർ ദാൻ 8 hours വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇത് പൊതിഞ്ഞ് കെട്ടി വെച്ചതാണ്. അപ്പൊ ഇന്ന് പിറ്റേ ദിവസമായി. അപ്പൊ നമുക്ക് ഇത് എന്തായാലും കട്ട് ചെയ്തിട്ട് ഇതിന്റെ ബാക്കി മിക്സിങ്ങും കാര്യങ്ങളും കോണിലേക്ക് ആക്കാം. അപ്പൊ നമ്മുടെ റെസ്റ്റ് ചെയ്ത് വെച്ച മെഹന്തി ബാറ്റർ ഞാനിത് കുത്തിപ്പൊളിച്ചിട്ടുണ്ട് ഒരു സിസേഴ്സും വെച്ചിട്ട്. ഞാനൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയപ്പോ ഭയങ്കര റഫായിട്ടാട്ടോ ഇരിക്കണം. നല്ല കട്ടിയിലാണ് നമ്മുടെ പേസ്റ്റ് ഇരിക്കുന്നത്. കുറച്ച് നേരം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു ശേഷം നമ്മളെ ചൂടുവെള്ളം കുറച്ചീശായിട്ട് ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കാട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ മെഹന്തിയുടെ കൺസിസ്റ്റൻസി എത്രയാണ്. അപ്പൊ വളരെ
സ്ലോ പ്രോസസ്സ് തന്നെയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്തെടുക്കുക, അങ്ങനെ നമ്മൾ അറിയണം അതിന്റെ കൺസിസ്റ്റൻസി എത്രയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നന്നായിട്ട് മിക്സ് ആക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മെഹന്തി പേസ്റ്റ് ഈവൻലി മിക്സ് ആക്കി തരും കേട്ടോ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ. പിന്നെ ഈ പ്രോസസ് ചെയ്യുമ്പോൾ പുറത്തോട്ടൊന്നും തെറിക്കാണ്ടൊക്കെ സൂക്ഷിക്കണം. ആ പരിസരം ഫുള്ള് വൃത്തികേടാക്കി കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഒരു സ്പൂൺ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി, ഇങ്ങനെ വിട്ട് പോകും കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം കോൺസിലാക്കാന്നുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ നല്ലൊരു വട്ടമുള്ള ഒരു പാത്രം നോക്കി എടുത്തിട്ട് അതിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ തുറന്ന് വെക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് 7 കോൺസ് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗിൽ മാക്സിമം ഒരു 7 to 8 കോൺസ് ആണ് ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചെറിയ പൈപ്പിംഗ് ബാഗാണ്. ഇതിനും വലിയ പൈപ്പിംഗ് ബാഗ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ബൾക്കായിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വലിയ പൈപ്പിംഗ് ബാഗ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇതേപോലെ നമ്മുടെ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഫിൽറ്ററിംഗ് സോക്സ് ഉണ്ടല്ലോ, അതും ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടാണ്. ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ മേടിച്ച സാധനത്തിന്റെ റേറ്റ് എത്രയെന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോ വേണമെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ ഞാൻ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാട്ടോ. എന്നിട്ട് നമ്മുടെ ബാറ്ററി ഈ സോക്സിലേക്ക് ആക്കി കൊടുക്കാട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആക്കാൻ ശ്രമിക്കുക. ഞാൻ കൈമയ്ക്ക് ഒന്നും ആക്കരുത് എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിലേക്ക് ആക്കാണ്ട് വേറെ വഴിയില്ല ഗൈസ്. ഇതും ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ് തന്നെയാണ്. കാരണം ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ ഭയങ്കര മെസ്സി ആവും കേട്ടോ. നമ്മുടെ ബെഡ്ഷീറ്റ് ആയാലും ആ പരിസരം ആയാലും. ഈ സോക്സ് ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണം കേട്ടോ കുറച്ച് ആരോഗ്യം. അങ്ങനെ നമ്മുടെ മെഹന്തി ബാറ്റർ എല്ലാം ഒരു വലിയ കോണിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്റെ കൈ കണ്ടില്ലേ, ആകെ ഓറഞ്ച് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ കോണിലോട്ട് ആക്കി എടുക്കാം കേട്ടോ. ഇതിന് മെയിൻ ആയിട്ട് സെലോഫോൺ ഷീറ്റ് ആണ് നമുക്ക് വേണ്ടത്. സെലോഫോൺ ഷീറ്റ് കൊണ്ടാണ് കോൺ ഉണ്ടാക്കുക. ഞാൻ ഓൾറെഡി ഒരു 7 കോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വലിയ ബാറ്റർ ടിപ്പ് ഒന്ന് മുറിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കോണിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഹാഫ് ആയിട്ട് നമ്മുടെ ചെറിയ കോൺ ഒരു ഹാഫ് ഫില്ലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് പ്രഷർ ചെയ്ത് താഴത്തോട്ട് ആക്കിയാൽ മതി. അപ്പൊ താഴത്ത് ചെറിയൊരു ഹോൾ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ബാറ്റർ അടിയിലോട്ട് എത്താറാവുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് കൈയൊക്കെ കഴക്കും ഒരു 7 കോണൊക്കെ സീൽ ചെയ്ത് വരുമ്പോ. അപ്പൊ പിന്നെ ഇത്രയും ബൾക്കായിട്ട് ഓർഡർ ചെയ്യണ ആൾക്കാരുടെ കാര്യം പറയേ വേണ്ടല്ലോ. ഇനി പതുക്കെ അതിന്റെ ബാക്ക് നമ്മൾ ഫോൾഡ് ചെയ്യണം. ബാക്ക് ഫോൾഡ് ചെയ്യണം ഇത്തിരി പണിയുള്ള ഒരു കാര്യമാണ്, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും. ആദ്യം ഉണ്ടാക്കാൻ ഇച്ചിരി പാടുണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡ് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒരു ഫോൾഡും കൂടി കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് അതൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കോണ് റെഡി ആയി ഗൈസ്. ഇതാണ് നമ്മുടെ ഓർഗാനിക് നല്ല അടിപൊളി ചുവന്ന് വരുന്ന മെഹന്തി കോൺ. ഒരെണ്ണാണ് ഞാൻ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നത്, ബാക്കിയൊക്കെ ഞാൻ പുറത്ത് പോയിട്ടാണ് ഫിൽ ചെയ്തിട്ട് വന്നത്. കാരണം ആ പരിസരം മൊത്തം അഴുക്കാവേ. ഗൈസ് അങ്ങനെ നമ്മൾ 7 കോണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 കോണുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനുള്ളിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗിന്റെ ഉള്ളിൽ ലേശം കൂടി ബാക്കിയുണ്ട്. അതായത് 8ാമത്തെ കോണ് ഫില്ല് ചെയ്യാനുള്ളതില്ല, അത്രയും ലേശമാണ് നിങ്ങൾക്ക് കാണാം. ഇത്രേ ഉള്ളൂ. അത് ഇവിടെ ആകെ ഇച്ചിരി ഉള്ളൂ. ഇതൊക്കെ ആ മെഹന്തി പോയതിന്റെ വഴിയാട്ടോ. അപ്പൊ ആകെ ഇത്തിരി ഉള്ള 8ാമത്തെ കോണുള്ളത് ഇല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് ആക്ച്വലി ഭയങ്കര പൈപ്പിംഗ് ബാഗിന് കോൺ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്കുള്ള പണിയാണ്. നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തന്നെ ചെയ്യണം. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, മീൻസ് എല്ലാം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഒരെണ്ണം മാത്രം എടുത്ത് കാണിച്ചത്. അപ്പൊ ഇതുവരെയുള്ള പ്രോസസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാ കമന്റും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ കയ്യിൽ ഇതാ ഇത്ര സ്റ്റെയിൻ ആയി ഗൈസ് ഇതെല്ലാം കഴിഞ്ഞപ്പോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.